സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. അത് കാരണം നമുക്ക് വീഡിയോ ഒന്നും ഇടാനൊത്തില്ല. ഇന്നലെ രാത്രിയിലാണ് ഇവിടെ എത്തിയത്. അതിനെപ്പറ്റി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ വളരെ ഇതാക്കി അവിടെ ഇവിടെയൊക്കെ പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പനവേലിയിൽ നിന്നാണ് ഈ ഗരീബ് രഥ കയറുന്നത്. അപ്പം തൊട്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പനവേലിയിലൊക്കെ കയറുമ്പം ഒരു 15 മിനിറ്റ് മുമ്പ് തന്നെയാണ് നമുക്ക് ഈ ട്രെയിൻ എവിടെ വരുന്നത് തന്നെ അറിയുന്നത്. അവിടെ ആണെങ്കിലും ഒരു മഹാകുംഭമേളയ്ക്കുള്ള ആൾക്കാരുണ്ട് അവിടെ ഇവിടെയെല്ലാം. എന്നിട്ട് തന്നെ 15 മിനിറ്റ് മുമ്പ് അറിയിക്കുന്നത് ഈ ഇന്ന പ്ലാറ്റ്ഫോമിൽ വരും. അവിടെ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി എങ്ങനെത്തുന്ന എസ്കലേറ്ററൊക്കെയാണ്. അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ട്. അത് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഒത്തിരി ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും ഒരു പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അങ്ങോട്ട് സൗകര്യമൊന്നും ഇപ്പോൾ പനവേൽ സ്റ്റേഷനിലില്ല. കാര്യം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അതുപോട്ടെ, എന്നിട്ട് വിട്ടിട്ട് 3.5 മണിക്കൂർ ലേറ്റായിട്ടാണ് പനവേലിൽ നിന്ന് വിട്ടിട്ട് അടുത്ത രത്നഗിരി സ്റ്റേഷനിൽ തന്നെ ആ ട്രെയിൻ വന്നത്. ആ 3.5 മണിക്കൂർ ലേറ്റായിട്ട് രത്നഗിരി സ്റ്റേഷനിൽ വന്നിട്ട് അത് ഓടി ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ ലേറ്റായിട്ട് അത് നമ്മുടെ ഗോവയിൽ മഡ്ഗാവിലെത്തിച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലെ ആ 1.5 മണിക്കൂർ തുടർന്ന് മംഗലാപുരം വരെ വന്നു. പക്ഷെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ലയിലെത്തിയപ്പോഴത്തേന് ഒരു 3.5 മണിക്കൂർ ലേറ്റായിട്ടാണ്. 5 മണിക്ക് വരേണ്ടത് 8:30ക്കാണ് തിരുവല്ലയിൽ ഈ ഗരീബ് രഥ വരുന്നത്. ഇത് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ചോദിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമ്മളോട് 1700 രൂപ പ്രീമിയം തൽക്കാലം എടുത്താണ് ഞാൻ വന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്. എന്നിട്ടാണ് നമ്മളെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്. അവർ പൈസ മേടിക്കും. നമ്മളോട് ഈ പൈസ മേടിക്കുന്നതിന് നമ്മൾ ആരോട് ചോദിക്കാനാണ്? അവരെ ആഹാരമൊക്കെ കൊണ്ടുതരുന്നതിനൊക്കെ ഡബിൾ പൈസയാണ്. കുപ്പിവെള്ളത്തിന് 15 രൂപ കൊടുക്കണം, 20 രൂപ കൊടുക്കണം. 14 റെയിൽവേയുടെ 20 രൂപ കൊടുത്താൽ മേടിക്കണ്ടേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ നമ്മളിവിടെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സങ്കടം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത വീഡിയോകളൊക്കെ ഉണ്ട്, എല്ലാം കൂടെ ഒന്നിച്ച് പറയാനൊക്കുന്നില്ല. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.